पैरा खिलाड़ी सुश्री शर्मिला धनखड़ ने स्वर्ण पदक व सुश्री शिल्पा के शायल ने कांस्य पदक जीता है। श्री सर्वेश कुमार सारे, श्री वलूरी अजय बाबू, सुश्री ज्ञानेश्वरी यादव ने रजत पदक एवं सुश्री बिंदिया रानी देवी ने कांस्य पदक जीतकर इस प्रतियोगिता में भारत का गौरव बढ़ाया है। भारत की 18 वर्षीय स्क्वैश खिलाड़ी सुश्री अनाथ सिंह ने कनाडा में वर्ल्ड जूनियर स्क्वैश चैंपियन 2026 खिताब जीतकर ऐतिहासिक उपलब्धि हासिल की है। मैं सदन की ओर से देश की मान बढ़ाने वाले सभी खिलाड़ियों को उनके योगदान के लिए एवं टीम इंडिया कोच सबको, परिवारजनों को हार्दिक बधाई देता हूं, शुभकामनाएं देता हूं। एक अच्छा संदेश जाता है कि हम खेलों के अंदर अंतर्राष्ट्रीय स्तर पर भारत के खिलाड़ी जिस कड़ी मेहनत से स्वर्ण रजत कांस्य जीतते हैं और संसद उनका अभिवादन करती है, 140 करोड़ जनता अभिवादन करती है, तो खिलाड़ियों का मनोबल बढ़ता है। इसके लिए मैं आप सबका धन्यवाद देता हूं। प्रश्नकाल है। आप क्या चाहते हैं? नो, मैं सभी दलों से पुनः अपील करता हूं कि महत्वपूर्ण विधेयक पर हम चर्चा करें, संवाद करें, अपने मत और विचारों को रखें। सरकार से भी और प्रतिपक्ष से भी मेरा यह आग्रह है कि सभी माननीय सदन सहमति बनाए और आज हम 2 बजे इस महत्वपूर्ण विषय पर चर्चा करेंगे, ऐसा सभी लोगों ने सहमति व्यक्त की है। समय सरकार और प्रतिपक्ष बैठकर समय तय कर लेगा और मेरा आपसे आग्रह है, आज और निवेदन कर रहा हूं मैं, कितना भी गतिरोध हो, कितना भी बड़ा मुद्दा हो, लेकिन मैं माननीय सदस्यों से आग्रह करता हूं, प्रश्नकाल में गतिरोध नहीं होना चाहिए। प्रश्नकाल के बाद 12 बजे गतिरोध पैदा करें। हमारे कृषि मंत्री जी बहुत उत्तेजित हैं जवाब देने के लिए। मेरा आप सबसे आग्रह है, वो क्या है, खड़े होने की मुद्रा में पूरा रोड से। मेरा आप सबसे आग्रह है कि सदन चले, चर्चा हो, संवाद हो, सबके मत विचार आए, एक पूरे देश के अंदर एक सकारात्मक दिशा जाए कि संसद में चर्चा संवाद होती है। इसलिए मेरा आपसे आग्रह है कि प्रश्नकाल में गतिरोध पैदा नहीं करें। चलिए, सदन की कार्रवाई आज 2 बजे तक के लिए स्थगित की जाती है। സഭാ നടപടികളൊക്കെ പ്രതിപക്ഷത്തിന്റെ വിമർശനത്തോടുകൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നൽകണമെന്നൊരാവശ്യം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും സ്പീക്കർ ഈ ഒരു വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ മറുപടി പറയുന്ന ഈ ഒരു വിഷയത്തിൽ 2 മണിയോടുകൂടി ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ സ്പീക്കർ അറിയിക്കുന്നത്.
വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും വീണ്ടും പ്രതിപക്ഷം നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ 2 മണിയോടുകൂടി ചർച്ചയുണ്ടാകുമോ? ഏതായാലും ഇന്നിപ്പോൾ ഈ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഈ അമിത്ഷായുടെ വിഷയം ഉന്നയിക്കുമെന്നുള്ള കാര്യം പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു. രാവിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഈ അമിത്ഷാ, അതായത് കഴിഞ്ഞ CJPയുടെ പാർലമെന്റ് മാർച്ചിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ അതിൽ പെല്ലറ്റ് ഗണ്ണടക്കം വിദ്യാർത്ഥികൾക്ക് നേരെ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ മറുപടി പറയണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്നലെ മുതൽ പ്രതിപക്ഷം ആ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ചർച്ചയോട് സഹകരിക്കാമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷം ഈ ആവശ്യം ഇന്ന് ഉന്നയിക്കാൻ, അതായത് അമിത്ഷായുടെ മറുപടി പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അവർ ഇന്ന് രാവിലെയും അക്കാര്യത്തിലൊരു തീരുമാനമെടുത്തിരുന്നു. ഏതായാലും ഇന്ന് പാർലമെന്റ് നടപടികൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ആദ്യം പാർലമെന്റിൽ ഈ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡലുകൾ നേടിയ ഇന്ത്യൻ താരങ്ങളെ സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. സഭ ഒന്നാകെ അഭിനന്ദിച്ചു. അതിനുശേഷമാണ് ഈ പ്രതിപക്ഷം പെട്ടെന്ന് എഴുന്നേറ്റത്. പ്രതിപക്ഷത്തിന് ആ സമയത്ത് മൈക്ക് നൽകിയിരുന്നില്ല. KC വേണുഗോപാൽ സംസാരിക്കാൻ എഴുന്നേറ്റിരുന്നെങ്കിലും മൈക്ക് നൽകാത്തതിനാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മൈക്ക് ആവശ്യപ്പെട്ട ഈ പ്രതിപക്ഷാംഗങ്ങൾ വരികയും ഇതിനിടയിൽ ഈ പെല്ലറ്റ് ആക്രമണത്തിന്റെ കാര്യമടക്കം പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളികളായി ഉയർത്തുകയും ചെയ്തിരുന്നു. അമിത്ഷാ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നുള്ള ആവശ്യവും പ്രതിപക്ഷം ഉന്നയിച്ചു. പക്ഷേ സ്പീക്കർ പറഞ്ഞത് ഇനിയിപ്പോൾ 2 മണിക്ക് ഇക്കാര്യത്തിൽ ഈ പരീക്ഷാ ഭേദഗതി ബില്ലിൽ വിശദമായ ചർച്ച നടക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ശക്തമായി തന്നെ ഉന്നയിക്കാൻ വേണ്ടി കഴിയും. പ്രതിപക്ഷത്തിന് പറയാനുള്ളതെല്ലാം ആ ഘട്ടത്തിൽ പറയാം എന്നുള്ളതാണ് സ്പീക്കർ ഓം ബിർള പറഞ്ഞത്. ഏതായാലും പ്രതിപക്ഷ തുടർന്ന സാഹചര്യത്തിൽ ഇനി 2 മണിക്ക് മാത്രമായിരിക്കും സഭാ നടപടികൾ പുനരാരംഭിക്കുക. നമുക്കറിയാവുന്ന പോലെ 2 മണിക്ക് പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ ചർച്ച നടക്കും. അതിൽ പ്രതിപക്ഷം സഹകരിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ NK പ്രേമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ, NK പ്രേമചന്ദ്രൻ, അഖിലേഷ് യാദവ്, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ ചർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കും. ഭരണപക്ഷത്തു നിന്നും ഏറ്റവും പുതിയ അംഗങ്ങളെ അടക്കം ഇറക്കിയുള്ള ചർച്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക. ഏതായാലും ഈ ചർച്ചയോട് പ്രതിപക്ഷം സഹകരിക്കും. ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം ഈ സമരത്തിന് നേരെയുണ്ടായ അതിക്രമം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. രാഹുൽ ഗാന്ധി അടക്കം ആ വിഷയം ഈ പരീക്ഷാ ക്രമക്കേടിൻ്റെ ഭാഗമായി ഈ പൊതുപരീക്ഷാ നിയമ ഭേദഗതിയുടെ ബില്ലിൻ്റെ ചർച്ചയിൽ അത് ഉന്നയിക്കും എന്നുള്ളത് ഏതായാലും ഉറപ്പാണ്. ഏതായാലും രാവിലെ തീരുമാനിച്ചതുപോലെ തന്നെ അമിത്ഷായുടെ വിഷയം പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്തി. ആ വിഷയം ഉയർത്തി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നു. രാജ്യസഭയിലും ഈ വിഷയം പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നോട്ടീസും രാജ്യസഭാ അധ്യക്ഷന് നൽകിയിരുന്നു. ഏതായാലും രാജ്യസഭയിലും പ്രതിഷേധം ഉണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും സഭ 2 മണി വരെ പിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പരീക്ഷാ ക്രമക്കേടുകൾ കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ചർച്ച ഇനി 2 മണിക്ക് ശേഷം സഭ ചേരുമ്പോഴായിരിക്കും ഉണ്ടാകുക. അതോടൊപ്പം തന്നെ അമിത്ഷാ മറുപടി പറയുന്ന കാര്യത്തിലും ഇത്തരത്തിൽ 2 മണിക്ക് ശേഷം ചേരുന്ന സഭയിൽ ചർച്ചയുണ്ടാകും. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോർ.